മലർന്ന് കിടന്നിട്ടുള്ള ആസനാസ്. മലർന്ന്, ഇതിനെ നമ്മള് സുപൈൻ പോസ്ചർ എന്നാണ് പറയുന്നത്. മലർന്ന് കിടന്നിട്ടുള്ള ആസനാസിന് സുപൈൻ പോസ്ചർ എന്നാണ്. കാലുകൾ ചേർത്ത് വെക്കും. ഇതിന്റെ സ്ഥിതി കൈ പിന്നോട്ട് വലിച്ചു പിടിക്കണം. നന്നായിട്ട് കൈ പിന്നോട്ട് നന്നായിട്ട് വലിച്ചു പിടിക്കും. കാലുകൾ ചേർത്ത് വെക്കും. ഇതിന് പറയുന്നതാണ് സുപൈൻ പോസ്ചർ. മലർന്ന് കിടന്നിട്ടുള്ള സ്ഥിതി ഇതാണ്. ഒക്കെ ചെയ്യുന്ന സ്ഥിതി എന്ന് പറയുന്നത് കൈ വലിച്ചു പിടിക്കുക, കാലുകൾ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മേരുദണ്ഡാസനം. മേരുദണ്ഡാസനം. മേരുദണ്ഡാസനം അർദ്ധ മേരുദണ്ഡാസനം ഉണ്ട്, പൂർണ്ണ മേരുദണ്ഡാസനം ഉണ്ട്. കൈ മുന്നിലും പിന്നിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കൈ പിന്നിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ കാല് 45 ഡിഗ്രി ഉയർത്തി കഴിഞ്ഞാൽ അർദ്ധ മേരുദണ്ഡം എന്ന് പറയും. 45 ഡിഗ്രി. കാല് കോണാകൃതിയിലാണ് ഇവിടെ ഉണ്ടാവുക. നോട്ടം കാലിലായിരിക്കണം. കാൽമുട്ട് മടങ്ങരുത്. ഇതിനെ അർദ്ധ മേരുദണ്ഡം. ഓരോ കാലിലായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അർദ്ധ മേരുദണ്ഡം. ചിലർക്ക് 2 കാലും പൊക്കാൻ പറ്റില്ല. 2 കാലും പൊക്കാൻ പറ്റാത്തവരുടെ എന്ത് ചെയ്യാം, ഓരോ കാലും ചെയ്യാൻ പറയാം. അവർക്ക് കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ 2 കാലും പോകാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് പറ്റാത്തവരോട് നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ പറയേണ്ടി വരും. അതേപോലെ ഇടകാലില് നമുക്ക് 2 കാലിൽ ഇതേപോലെ മാറി മാറി അർത്ഥം മേരുദണ്ഡാസനം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ മേരുദണ്ഡാസനം ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ 2 കാലും ഇതേപോലെ ഉയർത്തി കഴിയും. 2 കാലും 45 ഡിഗ്രി ഉയർത്തുക. നോട്ടം കാലിൽ കാലിന്റെ മുട്ട് വറയത് കൂട്ടി പിടിക്കണം. കാലിന്റെ പാദം മുന്നോട്ട് വലിച്ചു പിടിച്ചിരിക്കണം. നോട്ട കാലിലായിരിക്കണം. നട്ടലിന്റെ താഴ്ഭാഗം നിലത്ത് പതിഞ്ഞിട്ടായിരിക്കും. നട്ടലിന്റെ താഴ്ഭാഗം മുകളിലായിരിക്കും. 2 അംഗതാളത്തിലാണ് ഇത് ചെയ്യുന്നത്. 2 അംഗതാളം താഴെ. ഇത് 4 അംഗതാളത്തിൽ ചെയ്യാം. എന്നാൽ ചിലർക്ക് ഇതേപോലെ 2 കാലം ഒരുമിച്ച് പൊക്കാൻ പ്രയാസമുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? കൈ 2 ബട്ടക്സിന്റെ താഴെ പൊക്കാൻ പ്രയാസമുള്ളവർ കൈ ബട്ടക്സിന്റെ താഴെ കൊണ്ടുവന്നിട്ട് അതേ വശങ്ങളിൽ വെക്കും. ചിലർക്ക് വശങ്ങളിൽ വെച്ചാൽ മതിയാവും. ചിലർക്ക് ബട്ടക്സിന്റെ താഴെ തന്നെ വെച്ചാൽ. അപ്പൊ താഴെ വെച്ചാലാണ് പോകുന്നതെങ്കിൽ ബട്ടക്സിന്റെ താഴെ കൊണ്ടുവരും. ശ്വാസം എടുത്തിട്ട് കാല് വെക്കുക. കുറച്ചു ഈസി ആയിട്ട് പൊക്കാം. കൈയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് കാല് ചേർത്ത് നിർത്താൻ വേണ്ടി. കൈ സ്വതന്ത്രമാണ്. ഇനിയും കൈ ബട്ടക്സിന്റെ താഴെ വെക്കേണ്ട എന്നുള്ളവര് കൈ വശങ്ങളിൽ വെച്ചാണ്. വശങ്ങളിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എന്റെ ഭാഗം നോക്കുക. കുറച്ചുകൂടി ബാക്കിന് ബലം കൂടുതൽ കിട്ടും. ബട്ടക്സിന്റെ അടിയിലേക്ക് പോകുമ്പോൾ ബാക്കിന്റെ ബലം കുറയും. കാരണം എന്താണ്, ആ ബാക്കിനെയാണ് നമ്മൾ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ബാക്കിന്റെ ബലം കുറവായിരിക്കും. അപ്പൊ ബാക്കിനെ നമുക്ക് വേണ്ടത്ര യൂസ് ചെയ്യാൻ പറ്റില്ല. ബാക്ക് മസിൽസിന് കൈ ഉള്ളിലേക്ക് പോയാൽ അപ്പൊ കൈ ചെയ്യാം, താഴെ വെക്കുക. ഉള്ളിലേക്ക് പോകേണ്ട, പകരം വശങ്ങളിൽ വെക്കുക. അപ്പൊ നമുക്ക് ബാക്ക് മസിൽസിനെ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാലിനെ നമ്മൾ ഉയർത്തി. ഇതാണ് എന്താ. അപ്പൊ ഇതിന്റെ ബലം നമുക്ക് പൂർണ്ണമായിട്ട് ബാക്ക് മസിൽസ്. മേരുദണ്ഡാസനം. മേരുദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിനാണ്. നട്ടലിനെ ബലപ്പെടുത്തുന്ന ആസനം ആയതുകൊണ്ടാണ് അതിനെ മേരുദണ്ഡാസനം. നട്ടലിന്റെ ബലത്തിൽ നിൽക്കുന്ന ആസനം ആയതുകൊണ്ടാണ് അതിനെ മേരുദണ്ഡാസനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കിതിന് അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ക്രോണിക് ബാക്ക് പെയിൻ ഉള്ളവരാണ് 2 കാര്യം ചെയ്തുകൊള്ളുക. ഓരോ കാര്യം ചെയ്താൽ ക്രോണിക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ 2 കാലം ഒരുമിച്ച് പോകേണ്ട. പകരം ചെയ്താൽ മതി, ഓരോ കാലിലായിട്ട് ചെയ്താൽ മതി. നമ്മുടെ കാലിന്റെ മസിൽസിനെ ബാക്ക് മസിൽസിനെ ഒക്കെ ചെയ്യും. അതേപോലെ തന്നെ പൂർണ്ണ മേരുദണ്ഡാസനം ചെയ്യുമ്പോൾ വയറാണ് നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റ് കുറയാനും വളരെ സഹായകരമാണ്. കുടൽ ഫംഗ്ഷനെക്കാൾ സ്വാധീനിക്കുന്നത് മേരുദണ്ഡാസനം. മലർന്ന് കിടന്നിട്ടുള്ള ആസനത്തിന്റെ വിശ്രമ സ്ഥിതി ശവാസനം. കൈകൾ 2 നമ്മുടെ ശരീരത്തിന്റെ വശങ്ങളിൽ കൊണ്ടുവരും. കാലുകൾ അകറ്റി വയ്ക്കും. കാല് ഒരു വശത്തേക്ക് ചരിച്ചതാണ്. അപ്പൊ മേരുദണ്ഡാസനത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാൽമുട്ട് വളയരുത്. നോട്ടം കാലിലായിരിക്കണം. മുറുക്കം അനുഭവപ്പെടേണ്ടത് ലോവർ ബാക്കിലാണ്, ലംബാർ റേഞ്ചിലാണ്. അപ്പൊ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്. ബാക്ക് പെയിനിൽ നിന്ന് മുക്തി ലഭിക്കുവാൻ വളരെ കൂടുതൽ സഹായകരമാണ്. ഉദരപേശികളെയൊക്കെ ട്യൂൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് മേരുദണ്ഡാസനം. ഇതിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് വിപരീത മേരുദണ്ഡം എന്ന് പറയുന്നത്. ഇതിന്റെ കോംപ്ലിമെന്ററി വിപരീത മേരുദണ്ഡാസനം നോക്കാം. കോംപ്ലിമെന്ററി ചെയ്യുന്നത് കൈകളുടെ പിന്നിലേക്ക് വലിച്ചു പിടിക്കും. അത് ചേർത്ത് നമ്മളെ കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരും. കൈകൾ മുന്നിലേക്ക് നമ്മള് ശരീരം മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരും. ശരീരം മുകളിലേക്ക് ഉയർത്തും. കൈകൾ 3ാമത്തെ അംഗതാളത്തിൽ കൊണ്ടുവന്നാണ് കൈ ഉയർത്തി. നെഞ്ച് എക്സ്പാൻഡ് ചെയ്ത് പിടിക്കാം. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കൈ വലിച്ചു പിടിക്കും. വിപരീത വേദന. നെഞ്ചിന് വന്നിരിക്കണം. നട്ടല് നേരെയാണ്. കാല് നീട്ടി കാലിന്റെ മുട്ട് നിലത്തെ കാണത്തില്ല. നേരത്തെ കാലാണ് ഉയർത്തുന്നത്, ഇവിടെ ബോഡി ഉയർത്തുന്നത്.
വിപരീത കൈ താഴെ വയ്ക്കുക. ആദ്യം പാഞ്ച് കിടക്കുക, കൈ പിന്നിൽ. ഇത് ഇരുന്നിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് ഈസി ആയിട്ട് വരാം. പൊങ്ങി വരുന്നതിനൊക്കെ കുറച്ച് ഈസിയാണ് ഇരുന്നിട്ട് കിടക്കുമ്പോൾ. കൈ വശങ്ങളിൽ വയ്ക്കും, ബോഡി ചായച്ചു കൊടുക്കും. ബോഡി ആദ്യം ചായച്ചു കൊടുക്കുന്നുണ്ടോ, ഗോ കൈ കൊണ്ട് കുറച്ച് ഈസി ആയിട്ട് വരാൻ പറ്റും. കൈ താഴെ ബോഡി മേരുദണ്ഡാസനം. വിപരീത രണ്ട് നട്ടലിന് വേണ്ടിയിട്ടാണ്. രണ്ടാം വിപരീത മേരുദണ്ഡ. ഇത് വയറിന് നല്ലതാണ്. വിപരീത മേരുദണ്ഡ വയറിന് കൂടുതൽ എഫക്റ്റീവാണ്. വയറിന്റെ പേശികളെ അവിടുത്തെ ഫാറ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടുതൽ സഹായമാണ് വിപരീത മേരുദണ്ഡാസനം. നമുക്ക് നോക്കേണ്ടത് നൗകാസനം. 6 അംഗതാളത്തിലെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള നൗകാസനം. അപ്പൊ വീണ്ടും ഒന്നുകൂടി നോക്കാം. നേരെ കിടക്കും, കൈ താഴെ തന്നെ വയ്ക്കും. ഏക്കിന് നമ്മുടെ താടി നെഞ്ചിൽ മുട്ടിക്കുന്ന കാല് ഉയർത്തും. കൈ പൊക്കണ്ട. ശിരസ് ഉയർത്തി താടി നെഞ്ചിൽ കാല് ഉയർത്തും. ഒരടി കൈകൾ ഉയർത്തി വലിച്ചു പിടിക്കും. കാല് ഒരടി ഉയരത്തിലുണ്ട്. കാലിന്റെ ഉയരത്തിൽ ശിരസ് ഉയർന്നിട്ടുണ്ട്. നട്ടല് താഴെ തന്നെയാണ്. കൈകൾ കാലിന്റെ വിരലിന്റെ ഭാഗത്തേക്ക് വലിച്ചു പിടിക്കും. ഒരു വഞ്ചി പോലെ വരുന്നതുകൊണ്ടാണ് ഇതിന് യോഗാസനം എന്ന് പറയുന്നത്. ബോട്ട് പോസ് എന്നാണ്. കൾച്ചറൽ കാറ്റഗറിയിൽ പെടുന്ന ആസനമാണ്. 4 അംഗതാളത്തിലാണ് ചെയ്യുന്നത്. കൈ താഴെ വയ്ക്കും, ശരീരം താഴെ. യോഗാസനം സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, കഴുത്തിന് പ്രശ്നങ്ങളുള്ളവര് യോഗാസനം ഒഴിവാക്കുക. കഴുത്തിന് സ്ട്രെയിൻ വരുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ദഹന സംവിധാനത്തെ വളരെ കൂടുതൽ ആക്റ്റീവാണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലം, ഗ്യാസിന്റെ ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ മാറ്റും. കുടൽ ഫംഗ്ഷനുകളെ കൂടുതൽ ആക്റ്റീവാക്കും. വയറിന്റെ കുടൽ ഫംഗ്ഷനുകളെ ആക്റ്റീവാക്കും. ദഹനത്തെ വളരെ ഇംപ്രൂവ് ചെയ്യാൻ വളരെ കൂടുതൽ സഹായകരമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ അമിതമായ ഫാറ്റ്, വയറിലെ അമിതമായിട്ടുള്ള ഫാറ്റ് കുറയ്ക്കാനും ഈ ആസനം കൂടുതൽ സഹായകരമാണ്. നൗകാസനം. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്കന്ദരാസനം. ഇപ്പോ സർവാംഗാസൻ, അതേപോലെ തന്നെ വിപരീത കരണിയൊക്കെ ചെയ്യാൻ പറ്റാത്തവർക്ക് സഹായകരമായ ആസനമാണ് മത്സ്യാസനം. സർവാംഗാസനോ മത്സ്യാസനോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്കന്ദരാസനം ചെയ്താൽ അതിന്റെ എഫക്ട് വരും. പ്രത്യേകിച്ച് തൈറോയിഡ് ഗ്ലാൻഡുകളൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷനൊക്കെ ആക്റ്റീവ് ആക്കാൻ സ്കന്ദരാസനം സഹായകരമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. കാലുകൾ ചേർത്ത് വയ്ക്കും, കൈ പിന്നിൽ. നമ്മുടെ കൈകൾ രണ്ടും മുന്നിലേക്ക് കൊണ്ടുവരും, കാലുകൾ മടക്കി വയ്ക്കും. കൈ മുന്നിൽ, കാലിൽ രണ്ടും മടക്കി കാലിൽ പിടിക്കുക. കാലിൽ രണ്ടും മടക്കിയിട്ട് കാലിൽ പിടിക്കുക. കാലിന്റെ പാദം ഒരടി അകലത്തിൽ, കാലുകൾ തമ്മിൽ ഒരടി അകലത്തിൽ അകറ്റി വയ്ക്കാം. രണ്ടാമത്തെ അംഗതാളത്തിൽ നമ്മള് തോള് നിലത്ത് വയ്ക്കും. അരക്കെട്ട് മാക്സിമം ഉയർത്തിക്കൊണ്ട് ശ്വാസം എടുക്കും. ശ്വാസം എടുത്ത് അരക്കെട്ട് വെക്കും. സ്കന്ദരാസനം. മാക്സിമം ഹിപ്പ് ഉയർത്താൻ ശ്രമിക്കുക. എത്ര ഉയർത്താവോ അത്രയും. കൈകൾ കൊണ്ട് ചുറ്റി പിടിക്കുക. അപ്പോഴാണ് ഉയർത്താൻ പറ്റുക. കൈ ചുറ്റി പിടിക്കുക. അപ്പൊ നമുക്ക് ഷോൾഡറിന് ബലം കിട്ടും. ഷോൾഡർ രണ്ടും ഉള്ളിലേക്ക് ആക്കുക. കൈയുടെ ബലത്തിൽ നട്ടലിനെ മാക്സിമം പൊക്കാൻ ശ്രമിക്കും. ഇവിടുന്ന് കൃത്യമായിട്ടൊരു ബ്രിഡ്ജ് പോലെ. ഇതിന് അർദ്ധ സേതുബന്ധനാസനം എന്ന് പറയും. അർദ്ധ സേതുബന്ധനം. സേതുബന്ധനം വെച്ചാൽ ഒരു പാലമാണ്. പാലത്തിന്റെ പകുതി ഭാഗം, അതായത് അതിന്റെ പില്ലർ, നടുക്കത്തെ പില്ലറാണ് ഇതൊക്കെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഒരു പാലത്തിന്റെ പകുതി ഭാഗം ഇല്ലേ, അതേപോലെ വരും. ഇതിനെ അതുകൊണ്ട് അർദ്ധ സേതുബന്ധനം എന്ന് ഇതിനെ പറയും. അർദ്ധ സേതുബന്ധനം എന്നും പറയാറുണ്ട്. ശരിക്കും അർദ്ധ സേതുബന്ധനം ആണെങ്കിൽ നമ്മുടെ സ്ഥിതി കുറച്ചുകൂടി മാറ്റമുണ്ട്. പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മള് സ്കന്ദരാസനം, കാരണം തോളിന്റെ ബലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് സ്കന്ദരാസനം വരുന്നത്. സ്കന്ദ മീൻസ് തോള്, തോളിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആസനത്തിന് സ്കന്ദരാസനം എന്ന് പറയുന്നത്. കൈയുടെ മുട്ട ഉള്ളിലേക്ക് അഴിക്കണം എന്നുള്ളത് പ്രത്യേകം. ഈ ശ്വാസം വിട്ടിട്ട് കാല് താഴ്ത്തും, അരക്കെട്ട് താഴ്ത്തും, കാല് നീട്ടി കൈകൾ. ഈ സേതുബന്ധനാസനം, സേതുബന്ധനവും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നേരെ കൈ മുന്നിൽ, കാലിലിട്ട് മടക്കി വയ്ക്കാം. സേതുബന്ധനാണെങ്കിൽ എങ്ങനെ നോക്കാം? സേതുബന്ധനാണെങ്കിൽ നമ്മുടെ കാലിൽ പിടിക്കുന്നുണ്ടാവില്ല. സേതുബന്ധനാണെങ്കിൽ നമ്മുടെ കാലിൽ പിടിക്കുന്നുണ്ടാവില്ല. അരക്കെട്ട് നന്നായി മുകളിലേക്ക് ഉയർത്തുക. കൈകൾ അരക്കെട്ടിൽ സപ്പോർട്ട് ചെയ്യും. സേതുബന്ധനത്തിന്റെ അരക്കെട്ടിലാണ് കൈകൾ. കണ്ടാവും. ഇപ്പൊ ബലം കയ്യിലാണ് ഇവിടെ സേതുബന്ധനത്തിന്. സ്കന്ദരാസനത്തിന്റെ ബലം തോളിലാണ്. സേതുബന്ധനാസനത്തിന്റെ ബലം എവിടെയാണ്? കയ്യിലാണ്. കൈ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബ്രിഡ്ജ് പോലെ. കൈ മാക്സിമം മുന്നിലേക്ക്.
ഇതിനെ അർദ്ധ സേതുബന്ധനം എന്ന് പറയും. കാര്യം എന്താ വ്യത്യാസം മനസ്സിലായില്ലേ? നേരത്തെ കൈ താഴെയായിരുന്നു, ഇപ്പൊ കൈ അവിടെ വന്നു അരക്കെട്ടിൽ സപ്പോർട്ട് ചെയ്യും. ഇത് അർദ്ധ സേതുബന്ധനം. ഇവിടുത്തെ കാല് നീട്ടുകയാണ് സേതുബന്ധനം എന്ന് പറയും. കാലിട്ട് നീട്ടി ഇപ്പൊ ഒരു പാലം പോലെ ആയി കേട്ടോ. ബോഡി എങ്ങനെയായി? ഒരു പാലം പോലെയായി. അപ്പൊ ഇതിനെ സേതുബന്ധനം എന്ന് പറയും. കാല് മടക്കി വെച്ച് കഴിഞ്ഞാൽ അർദ്ധ സേതുബന്ധനം. ഈ കൈ കൊണ്ട് കാലിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് നേരെ സ്കന്ധരാസനം. ഇപ്പൊ സ്കന്ധരാസനം. ഇതാണ് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം. നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആസനങ്ങളുടെ പേരിലെയും ഡിഫറൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ തോളിന്റെ ബലത്തിലാണ് ഇതാണ് ഇവ തമ്മിലുള്ള പരസ്പര വ്യത്യാസം. കൈ മുകളിൽ ഇതിപ്പോ അർദ്ധ സേതുബന്ധനം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അരക്കെട്ട് ഉയർത്തി അരക്കെട്ടിന് നല്ല സ്ട്രെച്ചിങ് കിട്ടും നോക്കാം. കൈ റിലീസ് ചെയ്യാൻ താഴേക്ക് വരിക. കാല് നിവർത്തി വയ്ക്കുക. കൈ കൾച്ചറൽ കാറ്റഗറിയിൽപ്പെടുന്ന ആസനമാണ്. 4 കൗണ്ട് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് സ്കന്ധരാസനം. ഇവിടെ നോക്കിക്കൊള്ളുക. പിടിക്കാൻ ചിലർക്ക് പ്രയാസമുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ പവനമുക്താസനം പോലെ വരിക. കാല് മടക്കി മുന്നോട്ട് വയ്ക്കുക. കാല് താഴെ അങ്ങനെ. അതിന് ശേഷം എന്ത് ചെയ്യുക? ആ കൈ വിടാതെ കാല് താഴെ കൊണ്ടുവരിക. കുറച്ച് ഈസി ആയിട്ട് വയ്ക്കാം. പിടിക്കാൻ പറ്റാത്തൊരു കൈ താഴെ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. കാല് റെഡി ആയിട്ടുണ്ട്. ഇനി പിടിക്കാവുന്ന നന്നായി കാലിൽ ചുറ്റി പിടിക്കാൻ കാര്യം. കാരണം വെച്ചാൽ ഇവിടെ കൈയുടെ ബലം നമുക്ക് കൈയെ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ സ്കന്ധരാസനം എന്താണ്? നമ്മുടെ തൈറോയിഡിലാണ്. കാരണം തൈറോയിഡിന്റെ അവിടെ ഒരു ലോക്കാണ് ഉണ്ടാവുന്നില്ലേ? തൈറോയിഡിന്റെ കഴുത്തിന്റെ ഭാഗം ഒടിഞ്ഞിട്ട് നെഞ്ച് മുകളിലേക്ക് നിൽക്കുന്നതാണ്. അപ്പോ തൈറോയിഡ് ഗ്ലാൻഡുകൾക്ക് എന്തുണ്ടാവുന്നു? ഒരു കംപ്രഷൻ അവിടെ കിട്ടുകയും ഒരു മസാജിങ് എഫക്ട് കിട്ടുകയും ആ ഭാഗത്തേക്ക് സർക്കുലേഷൻ കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന സഹായം. എന്നാൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ലിമിറ്റേഷൻ കഴുത്ത് വേദന ഉള്ളവർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസിന്റെ പ്രശ്നങ്ങളുള്ളവർ ഈ ആസനം ഒഴിവാക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തൈറോയ്ഡ് ഗ്ലാൻഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നല്ലതാണ്. സ്പൈൻ ഫ്ലെക്സിബിൾ ആവാൻ വളരെ കൂടുതൽ നല്ലതാണ്. ബാക്ക് പെയിന് ശമനം കിട്ടാൻ നല്ലതാണ്. ബാക്ക് പെയിന് ശമനം ഉണ്ടാവാൻ വളരെ നല്ല ആസനമാണ് ഇതാണ്. ഈ സേതുബന്ധനാസനമായാലും അതേപോലെ തന്നെ സ്കന്ധരാസനമായാലും അതേപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കൂടുതൽ ആക്റ്റീവ് ആവും. കാരണം എന്താ? നമ്മുടെ ബട്ടക്സിനെ ഉയർത്തി പിടിക്കുമ്പോൾ നമ്മുടെ പെൽവിക് ഓപ്പൺ ആവുന്നു. അതേപോലെ തന്നെ സ്ട്രെച്ചിങ് വരുന്നത് നമ്മുടെ സെക്ഷൽ ഓർഗൻസിന്റെ ഭാഗത്താണ് നമുക്ക് സ്ട്രെച്ചിങ് ഉണ്ടാവുക. ഒന്ന് ഏരിയ പെൽവിക് ഏരിയയിലാണ് നമുക്ക് വരിക. ബട്ടക്സ് ആണ് നമ്മൾ ഉയർത്തുന്നത്. വയറിനല്ല വരുന്നത്. വയറിനേക്കാൾ കുറച്ചുകൂടി താഴെ നമ്മുടെ നാഭി പെൽവിക് റീജിയനിലാണ് ഇത് വരിക, സ്ട്രെച്ചിങ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സെക്ഷൽ ഓർഗൻസിലെ സെക്ഷൽ ഡിസോർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വളരെ കൂടുതൽ സഹായകമാണ്. ആ ഏരിയയിൽ സ്റ്റിമുലേഷൻ ഉണ്ടാവാൻ വളരെ കൂടുതൽ സഹായകരമാണ് ഈ സ്കന്ധരാസനം. സേതുബന്ധനാസനത്തിൽ നമുക്ക് നട്ടലിനാണ് അതിന്റെ കൂടുതൽ എഫക്ട് നമുക്ക് കിട്ടുക. ബാക്കിനെയാണ് അത് കൂടുതൽ സപ്പോർട്ട്. സ്കന്ധരാസനത്തിൽ നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡുകൾക്കാണ് കൂടുതൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുക. ഒപ്പം നമ്മുടെ ബാക്ക് പെയിൻ റിലീഫ് ഉണ്ടാവാൻ സഹായമാണ്. ചെസ്റ്റ് എക്സ്പാൻഡഡ് ആവുന്നതുകൊണ്ട് നമ്മുടെ ലങ്സ് ഫംഗ്ഷനും കൂടുതൽ ആക്റ്റീവ് ആവും. ലങ്സ് ഫംഗ്ഷൻ ആക്റ്റീവ് ആവാൻ നല്ലതാണ്. അതേപോലെ തന്നെ ബാക്ക് പെയിൻ ഇല്ലാണ്ടാവാൻ ബാക്ക് മസിൽസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആസനങ്ങളിൽ ഒന്നാണ് സ്കന്ധരാസനം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വിപരീതകരണി ആൻഡ് സർവാംഗാസന സീരീസ് ആണ്. സർവാംഗാസനത്തിന്റെ ആദ്യം നമുക്ക് വിപരീതകരണി ചെയ്യാം. വിപരീതകരണി സർവാംഗാസനം തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. നോക്കാം. കൈകൾ ശിരസിന്റെ പിന്നിലാണ്, വലിച്ചു പിടിക്കും, കാലുകൾ നീട്ടിവെക്കും. ഏക്കിന് നമ്മുടെ കൈകൾ രണ്ടും നേരെ മുന്നിലേക്ക് വെക്കും. കൈകൾ രണ്ടും നേരെ മുന്നിൽ കൊണ്ടുവരിക, ശരീരത്തിന്റെ വശങ്ങളിൽ വെക്കും. കാല് നമ്മള് 90 ഡിഗ്രി ഉയർത്തിക്കൊണ്ടുവരിക. കാല് 135 ഡിഗ്രി പിന്നിലേക്ക് കൊണ്ടുവരിക. ബട്ടക്സ് കൈയുടെ ബലത്തിൽ ബട്ടക്സ് ഉയർത്തുക. കൈ അരക്കെട്ടിൽ സപ്പോർട്ട് ചെയ്യുക. കാല് നിവർത്തി കൊണ്ടുവരിക. പിന്നിലെ ചാർന്ന് കാല് നിവർത്തി. ഇപ്പൊ ഒരു വി ഷേപ്പിലാണ് ബോഡി വരിക. നോക്കാം. ഇവിടുന്ന് അരക്കെട്ടിലേക്ക് ഒരു ഒടികൊണ്ട് അവിടുന്ന് ബോഡി. ഇനി കൈ ബട്ടക്സിന്റെ താഴെയാണ്. ഇനി കൈയിലേക്ക് ഒടിച്ചില്ല ബട്ടക്സിനെ. കണ്ടോ? ബട്ടക്സ് കയ്യിൽ നിൽക്കണം. കാല് നേരെ നിൽക്കണം. കാല് നേരെ, കൈ ബട്ടക്സിൽ, ബോഡി അല്പം ചരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇതിനാണ് നമ്മുടെ വിപരീത കരണി എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് വിപരീത കരണി. നേരെ തിരിച്ചു വരുമ്പോ പാഞ്ച് കാലിലായിട്ടും ഷേപ്പ് കൈ സ്വതന്ത്രമാക്കും. സാത്ത് നമ്മൾ 90 ഡിഗ്രിയിലേക്ക് വരും. ആർച്ച് കാല് താഴെ കൈ വരും. എട്ടാം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി സർവാംഗാസനമാണെങ്കിൽ നോക്കാം എങ്ങനെയാണ്. ഇപ്പോ കൈ മുന്നിൽ, കൈ മുന്നിൽ 90 ഡിഗ്രി കാല് ഉയർത്തും. 135 ഡിഗ്രിയിലേക്ക് ഉയർത്തും. കൈ അരക്കെട്ടിൽ സപ്പോർട്ട് ചെയ്യും. കാലുകൾ
90 ഡിഗ്രി വരും. ഇവിടെ നമ്മൾ ഈ ബട്ടക്സ് വളച്ചു വെക്കാൻ പാടില്ല. ഇവിടെ ബട്ടക്സ് നിവരണം മാക്സിമം. ബട്ടക്സിനെ ഉള്ളിലേക്കാക്കുക, കാല് പിന്നിലേക്കാക്കുക. വീണ്ടും ബട്ടക്സിനെ ഉള്ളിലേക്കാക്കുക, കാല് പിന്നിലേക്കാക്കുക. വീണ്ടും ബട്ടക്സ് കുറച്ചുകൂടി ഉള്ളിൽ. കേട്ടോ, ഇതേപോലെ ബട്ടക്സിനെ നമ്മൾ മാക്സിമം നിവർത്തി പിടിച്ചിട്ട് കാല് വലിച്ചു പിടിക്കണം. നമ്മളുടെ ഷോൾഡർ മുതൽ ഹിപ്പ്, ഹീൽസ് ഒരേ റേഞ്ചിലായിരിക്കണം. ഇത് രണ്ടും നമ്മൾ എന്തെന്ന് പറയാം, സർവാംഗാസനം എന്ന് പറയാം. അരക്കെട്ടിൽ നമുക്ക് ബെൻഡ് വരില്ല. കാല് മുന്നോട്ട് പോകണം, പിന്നിലേക്കാണ്. ബട്ടക്സ് അകത്തേക്ക് പോകണം. ഇതാണ് സർവാംഗാസനം എന്ന് പറയുന്നത്. തിരിച്ചു വരുമ്പോ പാഞ്ച്, കാല് പിന്നിൽ, കൈ താഴെ, കാല് 90 ഡിഗ്രി, കാല് താഴെ, ആർച്ച്, കൈ പിന്നിൽ. ശവാസനം, വിപരീതകരണി ആൻഡ് സർവാംഗാസനം. സാധിക്കുന്ന ജീവിതത്തിൽ നമുക്ക് കാർഡിയാക് ഇഷ്യൂള്ളവർ ചെയ്യാൻ പാടില്ല. ബാക്ക് പെയിൻ ഉള്ളവർ, നെക്ക് പെയിൻ ഉള്ളവർ ചെയ്യാൻ പാടില്ല. നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, കാർഡിയാക് ഇഷ്യൂസ് ഉള്ളവർ ഈ ആസനം ഒഴിവാക്കണം. സർവാംഗാസൻ അഥവാ വിപരീതകരണി. രണ്ടും വിപരീതകരണി, സർവാംഗാസനം. വ്യത്യാസം, വിപരീതകരണിയിൽ നമുക്ക് അരക്കെട്ടിൽ ഒരു ബെൻഡ് ഉണ്ടാവും, സർവാംഗാസനത്തിൽ ബെൻഡ് ഉണ്ടാവും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. സർവാംഗാസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗാസനങ്ങളുടെ മാതാവ് എന്നാണ്. സർവ്വ അംഗങ്ങൾക്കും ഗുണം കിട്ടുന്ന ആസനങ്ങളിൽ ഒന്നാണ് സർവാംഗാസനം. അതുകൊണ്ടാണ് സർവ്വ അംഗ ആസനം, സർവ്വ അംഗ ആസനം. സർവ്വ അംഗങ്ങൾക്കും ഗുണം ചെയ്യുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് ആ ആസനത്തിൽ. വേറൊരു മീനിങ് വരുന്നത് ഷോൾഡർ സ്റ്റാൻഡിംഗ് പോസ്റ്റർ എന്നാണ്. കഴുത്തിന്റെ ബലം, തോളിന്റെ ബലത്തിൽ നിൽക്കുന്നതിനെ ഷോൾഡർ സ്റ്റാൻഡിംഗ് പോസ്റ്റർ എന്നാണ്. അപ്പൊ ഇതും നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഷോൾഡർ സ്റ്റാൻഡിംഗ് പോസ്റ്റർ അതിനെ പറയാറുണ്ട് സർവാംഗാസനം. അപ്പോ ക്രോണിക് ഇഷ്യൂസ് ഉള്ളവർ ഒഴിവാക്കുക, കാർഡിയാക് ഇഷ്യൂ ഉള്ളവർ ഒഴിവാക്കുക, ബാക്ക് പെയിൻ, നെക്ക് പെയിൻ ഒക്കെ ഉള്ള ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. ഇതിന്റെ ലിമിറ്റേഷൻ പറയുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സ് പറയുന്ന സമയത്തോ നമുക്ക് മുഴുവൻ ശരീരത്തിന് ഗുണകരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തൈറോയ്ഡ് ആൻഡ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡുകളുടെ ഫംഗ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വളരെ കൂടുതൽ സഹായകരമായ ആസനമാണ് എന്ത് ഈ സർവാംഗാസനം എന്ന് പറയുന്നത്. മെറ്റാബോളിക് ഫംഗ്ഷൻ, ബോഡിയുടെ മെറ്റാബോളിക് ഫംഗ്ഷനെയൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിന്റെ കോംപ്ലിമെന്ററി ആണ് മത്സ്യാസനം. മത്സ്യാസനം തന്നെ രണ്ട് രീതിയിലുണ്ട്. സരള മത്സ്യാസനവും മത്സ്യാസനം. അപ്പോ ചിലർക്ക് മത്സ്യാസനം വരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളത് സരള മത്സ്യാസനം ചെയ്യണം. അത് നോക്കാം. ശിരസിന്റെ പിന്നിൽ വലിച്ചു പിടിക്കും. കൈകളെ ശിരസിന്റെ പിന്നിലാണുള്ളത്. കൈകൾ രണ്ട് നമ്മൾ പെരിയെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ബട്ടക്സിന്റെ താഴെ വയ്ക്കുക. സരള മത്സ്യാസനം. ബട്ടക്സിന്റെ താഴെ കടത്തി വെക്കണം. ഈ കൈമുട്ടിന്റെ ബലത്തിൽ ബോഡി നിവർത്തും. ബോഡി മൊത്തത്തിൽ നിവർത്തുന്നുണ്ടോ? ഈ നെഞ്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് തല പിന്നിലേക്കാക്കും. തല നിലത്തേക്ക് ജസ്റ്റ് മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് പിടിക്കും. കഴുത്ത് വലിഞ്ഞു നിൽക്കും. ശിരോമധ്യം താഴെ. എത്ര നമ്മുടെ നട്ടലിനെ നെഞ്ചിനെ ഉയർത്തി നിർത്താം അത്രയും നെഞ്ചിനെ പൊക്കി നിർത്താം. ഈ ഭാഗം മാക്സിമം ഉയർത്തി. ഇവിടെ ഒരു വികാസം മാക്സിമം എക്സ്പാൻഡ് ചെയ്യുന്നു നമ്മുടെ ഈ ഏരിയ. വയറ് വലിഞ്ഞിട്ടാണുള്ളത്. നട്ടലിന് ചെറിയ കർവുണ്ട്. സെർവിക്കൽ നന്നായിട്ട് വലിഞ്ഞു. ഇതാണ് സരള മത്സ്യാസനം. ഉയർത്തും. കൈ സ്വതന്ത്രം. ഇതാണ് എന്താ സരള മത്സ്യാസനം. ഈ മത്സ്യാസനം എന്ന് പറയുന്നത് നമ്മുടെ കേക്കിന് കൈകൾ മുന്നിൽ കൊണ്ടുവരും. കൈ മുന്നിൽ പത്മാസനത്തിലേക്ക് വരും. കിടന്നിട്ട് കിടക്കാൻ പറ്റാത്തൊരു ഇരുന്നിട്ട് പത്മാസനം ചെയ്ത് കിടന്നാലും മതി. കൈകൾ രണ്ട് നേരെ പിന്നിലേക്ക് കൊണ്ടുവന്ന് ശിരസിന്റെ പിന്നിൽ പറ്റും. കൈകൾ ശിരസിന്റെ പിന്നിൽ. കൈയുടെ വിരലുകൾ തോളിന്റെ ഭാഗത്തേക്കാണ്. റിസ്റ്റ് തലയുടെ ഭാഗത്തേക്കാണ്. കൈയുടെ മുട്ടുകൾ പരമാവധി ഉള്ളിലേക്കായിരിക്കും. കൈമുട്ട ഉള്ളിലേക്കായിരിക്കും. ഇനി ഇവിടുത്തെ കൈയുടെ തലത്തിൽ നമ്മളുടെ നെഞ്ച് ഉയർത്തിയിട്ട് തല താഴെ. നെഞ്ചുയർത്തി തല താഴെ. കൈയുടെ ബലത്തിൽ നെഞ്ചുയർത്തി തല താഴെ. കൈ മുന്നിൽ കൊണ്ടുപോയിട്ട് കാലിന്റെ വിരലിൽ പിടിക്കുക. കൈയുടെ മുട്ട നിലത്ത് വെക്കുക. കൈയുടെ മുട്ടിന്റെ ബലത്തിൽ നെഞ്ച് മാക്സിമം ഉയർത്തിക്കുക. കൈമുട്ടിന്റെ ബലത്തിൽ ഇത് ചെയ്യുക. ഇനി കാലിന്റെ വിരലിൽ പിടിക്കാൻ പറ്റാത്ത കൈ താഴെ വെച്ചാൽ മതി. എന്നിട്ട് കൈമുട്ട് നിലത്ത് സപ്പോർട്ട് ചെയ്യുക. മുട്ടിന്റെ ബലത്തിൽ മാക്സിമം ഉയർത്തുക. അതാണ് പിടിക്കാൻ പറ്റുന്നവര് എവിടെ പിടിക്കുക? കാലിന്റെ വിരലുകളിൽ പിടിക്കുക. ശരി, കൈ സ്വതന്ത്രമാക്കാം. കൈ പിന്നിൽ കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക. തല ഫ്രീ ആക്കുക.
ആർച്ച് കൈ ഫ്രീ ആക്കുക. നൗ കാൽ ഫ്രീ ആക്കുക. ആൻഡ് ദസ് കൈ പിന്നിൽ വലിച്ചു പിടിക്കും. 10 അംഗതാളം ചെയ്യാം. 8-10 അംഗതാളം ചെയ്യാം. നിങ്ങൾക്ക് എത്ര ഉയർത്തോ അത്ര ഉയർത്തി പിടിക്കണം. അതാണ് ഈ ആസനത്തിന്റെ ബെനിഫിറ്റ്സ്. ശ്വാസകോശങ്ങളെ ആക്റ്റീവ് ആക്കുന്ന ആസനങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ലങ്സിനെ മാക്സിമം പവർഫുൾ ആക്കാൻ സഹായിക്കുന്ന ആസനങ്ങളിൽ ഒന്നാണ് മത്സ്യാസനം. ഈ കോവിഡ് സമയത്തൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആസനങ്ങളിൽ ഒന്നാണ് ലങ്സിൽ. നമ്മൾ ഇപ്പോ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഹലാസനമാണ്. ഹലാസനം, ഹലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലപ്പ പോലെ വരിക എന്നുള്ളതാണ് ആസനം. അതിൽ നിന്ന് നമ്മുടെ കാലുകൾ കുറച്ചുകൂടി ശിരസിന്റെ പിൻഭാഗത്ത് കൊണ്ടുവന്ന് നിലത്ത് പതിക്കുക എന്നുള്ളതാണ് ഹലാസനത്തിൽ ചെയ്യുന്നത്. ചെയ്യുന്ന വിധം ഒന്ന് നോക്കാം. ഇതിൽ നമ്മൾ കിടക്കും നേരെ കൈകൾ ശിരസിന് പിന്നിൽ വലിച്ചു പിടിക്കും. ചെയ്യുന്ന വിധം കാലുകൾ ചേർത്ത് കഴിയും. ഇങ്ങനെ 2 കാലം നമ്മള് 90 ഡിഗ്രി ഉയർത്തി കൊണ്ടുവരും. ജോയ്ക്ക് നേരെ 135 ഡിഗ്രി. കൈകൾ അരക്കെട്ടിൽ സപ്പോർട്ട് ചെയ്യാം. നേരെ അരക്കെട്ട് നിർത്തി സർവാംഗാസനത്തിലേക്ക് വരിക. സർവാംഗാസന. നടുവൊന്ന് നേരെയാക്കാം. സർവാംഗാസനാണ്. ഷോൾഡർ മുതൽ കാൽപ്പൂറ്റി വരെ ഒരേ രേഖയിൽ നിൽക്കണം. വലിയ കാലിന്റെ വിരല് ശിരസിന് പിന്നിൽ കൊണ്ടുവന്ന് പതിക്കാം. കൈകൾ നിലത്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാലിന്റെ മുട്ട് നന്നായിട്ട് നിവർന്നിരിക്കണം. കാലിന്റെ വിരല് മുന്നിലേക്ക് ആക്കി വെക്കുക. വിരല് മുന്നോട്ടാക്കി വെക്കുന്നതാണ്. വിരല് നീട്ടി വെക്കുക. കാലിന്റെ മുട്ട് നിവർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോൾഡർ നിലത്ത് പതിച്ചു വെക്കണം. ഷോൾഡർ നിലത്ത് പതിച്ചു വെക്കണം. കൈകൾ നിലത്ത് പതിച്ചു വെക്കാൻ വേണ്ടി തോൾ മുതൽ ഹിപ്പ് വരെ ഒരേ രേഖയിലായി. തോൾ മുതൽ ഹിപ്പ് വരെ ഒരേ രേഖയിൽ ആയി. 5 ശ്വാസം എടുത്ത് നമ്മുടെ കാലുകൾക്ക് കൈകൾ അരക്കെട്ടിൽ സപ്പോർട്ട് ചെയ്യും. 6 കാല് നിവർത്തി കൊണ്ടുവരും. 7 നേരെ കാലുകൾ താഴ്ത്തി അരക്കെട്ട് താഴ്ത്തിയിരിക്കും. അരക്കെട്ട് താഴെ കൈ താഴ്ത്തി. 8 കാലുകൾ ചെറിയ താഴ്ത്തി. 8 അംഗതാളത്തിലാണ് നമുക്ക് ഈ ആസനം ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി നോക്കാം. ശ്വാസം എടുത്തിട്ട് കൈ പിന്നിൽ കമിഴ്ന്ന് നടക്കുന്ന സ്ഥിതി. കൈകൾ പിന്നിലേക്ക് വലിച്ച് കാലുകൾ ചേർത്ത് വയ്ക്കും. കൈകൾ മുന്നിലേക്ക് കൊണ്ടുപോകും. 1ാമത്തെ കൗണ്ടില് കൈകൾ മുന്നിൽ. കാലുകൾ 90 ഡിഗ്രി. 3 വീണ്ടും ശ്വാസം എടുത്തിട്ട് നമ്മള് കാല് തലയ്ക്ക് പിന്നിലേക്ക് കൊണ്ടുവരും. കൈകൾ അരക്കെട്ടിൽ സപ്പോർട്ട് ചെയ്യാം. നേരെ ശിരസിന് പിന്നിൽ കാല് പതിക്കുക. ശിരസിന് പിന്നിൽ കാല് പതിക്കുക. ബോഡി നേരെയാക്കുക. കൈകൾ നിവർത്തി താഴെ വയ്ക്കുക. ഇതാണ് അംഗതാളം. 5 വീണ്ടും കൈ അരക്കെട്ടിൽ സപ്പോർട്ട് ചെയ്യാം. കാലുകൾ പതിയെ നിവർത്തി അരക്കെട്ട് താഴ്ത്തി കൊണ്ടുവരിക. അരക്കെട്ട് താഴ്ത്തി. കാലുകൾ താഴ്ത്തി കൊണ്ടുവരും. 8 കൈകൾ പിന്നിൽ. റിലാക്സ്. ശരീരം അയച്ചു. പിന്നെ ഹലാസനം എന്നാണ് പറയുന്നത്. ഹലാസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലപ്പ പോലെ വരിക എന്നുള്ളതാണ് ആ ആസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കിടന്നിട്ടുള്ള പ്രോൺ പോസ്റ്ററുള്ള ആസനമാണ്. കൾച്ചറൽ കാറ്റഗറിയിൽ പെടുന്ന ആസനമാണ്. അത് 8 കൗണ്ട് കൊണ്ടാണ് നമ്മൾ ഈ ആസനം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് ചക്രാസനമാണ്. ഇതിന്റെ കോംപ്ലിമെന്ററി ചക്രാസനമാണ്. ഹലാസനം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, അതേപോലെ തന്നെ എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഹലാസനം ഒഴിവാക്കേണ്ടതാണ്. IBP, കാർഡിയാക് പ്രോബ്ലം, IBP, കാർഡിയാക് പ്രോബ്ലം, ബാക്ക് പെയിന്, നെക്ക് പെയിന്,
ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളവരുണ്ടെങ്കിൽ അവര് ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. ഹലാസനത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ: ഹലാസനം ചെയ്യാൻ പാടില്ലാത്തവര്, കഴുത്തിന് പ്രശ്നമുള്ളവര്, നടുവിന് പ്രശ്നമുള്ളവര്, കാർഡിയാക് ഇഷ്യൂള്ളവര്, ക്രോണിക് ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒഴിവാക്കണം ഹലാസനം. ഹലാസനത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശിരസിലേക്ക് രക്തപ്രവാഹം, കഴുത്തിന്റെ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹത്തെ വർദ്ധിക്കും. പൊതുവെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡുകൾക്ക് വളരെ വിശേഷപ്പെട്ട ആസനങ്ങളിൽ ഒന്നാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചത് വിശുദ്ധി ചക്രത്തിന്റെ സ്ഥാനമാണ് തൈറോയ്ഡ്. അപ്പോൾ ഹലാസന, മത്സ്യാസന, സർവാംഗാസന, ഈ സീരീസിലുള്ള എല്ലാ ആസനാസ് ചെയ്യുമ്പോഴും നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡുകൾ സ്റ്റിമുലേറ്റഡ് ആവും. തൈറോയ്ഡ് ഗ്ലാൻഡുകൾ സ്റ്റിമുലേറ്റഡ് ആവുന്ന ആസനാസ് ചെയ്യുമ്പോഴൊക്കെ ആ ഭാഗത്ത് നമ്മുടെ ഒരു സൈക്കിക് സെന്റർ, ഒരു എനർജി സെന്റർ ഉണ്ട്. ആ എനർജി സെന്റർ എന്ന് പറയുന്നത് വിശുദ്ധി ചക്രമാണ്. വിശുദ്ധി ചക്രത്തിന്റെ ഫങ്ഷൻസ് ഒക്കെ ആക്റ്റീവ് ആവാൻ നമുക്ക് വളരെ കൂടുതൽ സഹായകരമാണ്. അത് ചക്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ചക്രത്തിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്. ആ ഗുണങ്ങളൊക്കെ നമുക്ക് ആസനത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അത് ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മുടെ മെറ്റാബോളിക് ഫങ്ഷൻ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തൈറോയ്ഡ് ഗ്ലാൻഡാണ് ബോഡിയുടെ സെൽഫ് ഫങ്ഷൻസിനെ എല്ലാം നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ്. അതുപോലെ തന്നെ ശരീരത്തെ ശുദ്ധീകരിക്കുക, ഡീടോക്സിഫിക്കേഷൻ, ശരീര ശുദ്ധിയിലും ഇതിന് വലിയ പ്രാധാന്യമാണ് ആ ഭാഗത്തിനുള്ളത്. അതുകൊണ്ട് ഈ ഗ്ലാൻഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്, തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഈ ആസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഹാർട്ടിലേക്കുള്ള രക്തത്തിന്റെ പ്രവാഹം, ഹൃദയഭിത്തികളിലേക്കുള്ള, ശ്വാസകോശങ്ങളിലേക്കുള്ള ആ ഒരു രക്തപ്രവാഹത്തെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇൻവേർട്ടഡ് ആസനാസ് ആണ്. അതുകൊണ്ട് തന്നെ ബോഡിയുടെ ഗ്രാവിറ്റിക്ക് എതിരായിട്ട് ബോഡിയെ കൊണ്ടുവരുമ്പോഴുള്ള ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആവാനൊക്കെ അത് വളരെ കൂടുതൽ സഹായകരമാണ്. നമുക്ക് ഇൻവേർട്ടഡ് പോസ്ചറിലേക്ക് നമ്മൾ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചിലരുടെ പറയുക യൂട്രസ് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഓർഗൻസ് താഴേക്ക് വരിക, അതേപോലെ തന്നെ ഇപ്പോ ഹരണ്യ പോലെയുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെ ആ ഓർഗൻസ് ഒക്കെ തന്നെ സ്മൂത്ത് ആയിട്ട് അതിന്റെ യഥാർത്ഥ സ്ഥാനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ഈ പോസ്ചർ. അതായത് ഈ ഇൻവേർട്ടഡ് ഗ്രാവിറ്റിയിൽ, അതായത് ഗ്രാവിറ്റിക്ക് എതിരായിട്ട് നമ്മൾ നിൽക്കുന്നത്, ആ രീതിയിലുള്ള ഒരു ബോഡിയുടെ അലൈൻമെന്റിന് അത് സഹായകരമാണ്. ദെൻ സ്പൈൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാൻ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഹലാസനം ചെയ്യുമ്പോൾ സ്പൈൻ കുറച്ച് ഫ്ലെക്സിബിൾ ആവാൻ, കശേരികൾക്ക് അയവ് ലഭിക്കാൻ അത് സഹായകരമാണ് സ്പൈനിൽ. ഇതൊക്കെയാണ് നമുക്ക് ഈ ആസനത്തില് പ്രത്യേകിച്ച് ഗുണങ്ങളുള്ളത്. അതുപോലെ ദഹന സംവിധാനങ്ങളെ എല്ലാം ക്രമപ്പെടുത്തും. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഫങ്ഷൻ കൂടുതൽ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് സഹായകരമാണ്. ഡൈജഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ, ഈ രണ്ട് ഓർഗൻസിനും നല്ലതാണ്. അതേപോലെ തന്നെ മെറ്റാബോളിസം അതിനെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്നുണ്ട്. തൈറോയ്ഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡുകളുടെ ഫങ്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻവേർട്ടഡ് ഗ്രാവിറ്റിയിൽ ബോഡിയുടെ പോസ്ചർ വരുന്നതാണ് ഇതിന്റെ സവിശേഷത. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കീ പോയിന്റ്സ് എന്താണെന്നോ? കീ പോയിന്റ്സ് എന്ന് പറയുന്നത് ഹലാസനത്തിന്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, നമ്മുടെ കാലിന്റെ വിരല് പുറകിലേക്ക് ആക്കിയിട്ട് വലിച്ചു പിടിക്കാം. കാലിന്റെ മുട്ട് പൂർണ്ണമായിട്ട് നിവർന്നിരിക്കണം. കാലിന്റെ മുട്ട് മടങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ ഷോൾഡർ മുതൽ അരക്കെട്ട് വരെ ഒരേ രേഖയിൽ നേരെയാക്കണം. അപ്പൊ ബോഡിയെ നമ്മൾ മാക്സിമം മുന്നോട്ടാക്കി പിടിക്കണം. ബോഡി മാക്സിമം മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗം നേരെ വരും. ഞാൻ കൈ രണ്ടും നിലത്ത് അമർത്തി വെക്കാൻ വേണ്ടി രണ്ട് കൈയും നിലത്ത് അമർത്തി പതിച്ച് വെക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ബലം തോളിലാണ് വരിക. നെക്ക് നിലത്ത് മുട്ടുന്നുണ്ടാവില്ല. ശരിക്കും ഈ ഭാഗം, നമ്മുടെ നെക്കിന്റെ താഴ്ഭാഗം കുറച്ച് ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ കൈ ഇവിടെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർവിക്കൽ വെർട്ടിബ്രാസ്, ഈ ആ ഭാഗം, രണ്ട് തോളലിന്റെ ഇടയിലൂടെ ഒരു ചെറിയ സുഷിരം പോലെ ഉണ്ടാവും. രണ്ട് തോളലിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവും. ശരിക്കും കൈകൾ നിലത്ത് അമർത്തി പതിക്കും. അപ്പൊ അവിടെ നമുക്ക് നെക്കിലെ വെർട്ടിബ്രാസ്, സെർവിക്കൽ വെർട്ടിബ്രാസിന് സ്ട്രെയിൻ വരില്ല. നമ്മുടെ കൈ നിലത്ത് അമർത്തി, ഈ കൈ ലൂസ് ആണെങ്കിൽ നമ്മുടെ വെയിറ്റ് മുഴുവൻ സെർവിക്കൽ വെർട്ടിബ്രാസിലേക്ക് വരും. അത് കഴുത്തിൽ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകും. അതുകൊണ്ട് ഇത് മാക്സിമം അമർത്തി പിടിക്കുക എന്നുള്ളതാണ് കാര്യം. കാലിന്റെ മുട്ട് നിവർന്നിരിക്കണം, ബോഡി നേരെ ഇരിക്കണം, താടി നെഞ്ചിൽ ഓട്ടോമാറ്റിക്കലി പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും. ഇതാണ് ഈ ആസനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആസനം ചെയ്യുമ്പോൾ. തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം കൈ സപ്പോർട്ട് ചെയ്യുക, പെരിയെ അരക്കെട്ട് താഴ്ത്തിരിക്കുക, കാല് നിവർത്തി, കാല് താഴ്ത്തി കൈകൾ ശിരസിന് തിരിക്കുക. ഇത് ഹലാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഹലാസനത്തിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് ചക്രാസനമാണ്. ചക്രാസനം ചെയ്യുന്നതിൽ അങ്ങനെയാണ്. ചക്രാസനം ചെയ്യുന്ന
വിധം നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. ചക്രാസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്രം പോലെ വരിക എന്നുള്ളതാണ് ചക്രാസനം. ചക്രം പോലെ വരിക, കിടന്നിട്ടുള്ള മലർന്ന് കിടന്നിട്ടുള്ള ആസനങ്ങളിൽ ഒന്നാണ്. കൾച്ചറൽ കാറ്റഗറിയിൽ പെടുന്ന ആസനമാണ് ചക്രാസനം എന്ന് പറയുന്നത്. അതിന് കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് ഹലാസനം ആണ്. നമ്മളിപ്പോൾ ചെയ്തിരുന്നു, ഹലാസനമാണ് ചക്രാസനത്തിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത്. പൊതുവെ ശരീരം ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ ഡിസബിലിറ്റീസ് ഉള്ള സമയത്ത് ഒന്നും ഇത് ചെയ്യാൻ പാടില്ല. ക്രോണിക് ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ, അസുഖങ്ങളുള്ളവർ പൊതുവെ ചക്രാസനം ഒഴിവാക്കുന്നതാണ്. അസുഖങ്ങളുള്ളവർ ചക്രാസനം ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് ചക്രാസനം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നടു, കഴുത്ത്, ഷോൾഡറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, കാൽമുട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഹൈ BP, ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക് ഇഷ്യൂസസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ കണ്ണിന് ചെവിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഇത് ഒഴിവാക്കേണ്ടതാണ്. പൊതുവെ ചക്രാസനത്തെ കുറിച്ചിട്ട് പറയുന്നത് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥയിലുള്ളവർ ഒഴിവാക്കുക എന്നുള്ളതാണ് ചക്രാസനത്തെ കുറിച്ച്. ചക്രാസനം ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. ചക്രാസനം ചെയ്യാം. ചക്രാസനം ചെയ്യുമ്പോൾ ഒന്നാമത്തെ കൗണ്ടിൽ നമ്മൾ കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരും. ഒന്നാമത്തെ കൗണ്ടിൽ കൈകൾ നമ്മൾ ശരീരത്തിന്റെ വശങ്ങളിലേക്ക് കൊണ്ടുവരും. രണ്ട് കാലുകളും മടക്കി ബട്ടക്സിനോട് ചേർത്ത് വെക്കും. കാലുകൾ അല്പം അകറ്റി വെക്കാം. കാലുകൾ അകറ്റി വെക്കുമ്പോൾ തുടക്കത്തിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. നല്ല പരിശീലനം വന്നു കഴിഞ്ഞാൽ കാല് ചേർത്ത് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ തുടക്കത്തിൽ നമ്മൾ കാല് ചേർത്ത് വെക്കേണ്ട. കാലുകൾ നമ്മൾ ഒരടി അകലത്തിൽ കാലകറ്റി വെക്കാം. കൈകൾ രണ്ടും നമ്മള് ചെവിയുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് പാലിക്കും. ചെവിയുടെ പിൻഭാഗത്ത്, വിരലുകൾ ഷോൾഡറിന്റെ ഭാഗത്തേക്ക്, മണിബന്ധം ചെവിയുടെ ഭാഗത്ത്, കൈയുടെ മുട്ടുകൾ നമ്മൾ അടുപ്പിച്ചു വിടും. ചാറിന് നമ്മള് പൂർണ്ണമായിട്ട് ഉയരാവുന്നവർക്ക് പൂർണ്ണമായിട്ട് ഉയരാം. പൂർണ്ണമായിട്ട് ഉയരാൻ പ്രയാസമുള്ളവർ ആദ്യം അരക്കെട്ട് ഉയർത്തിയിട്ട് തല നിലത്ത് വയ്ക്കുക. അരക്കെട്ട് ഉയർത്തി തല നിലത്ത് വയ്ക്കുക. ശേഷം നമ്മൾ ഫുൾ ബോഡി കൈയുടെ ബലത്തിൽ മുകളിലേക്ക് ഉയർത്തുക. ചക്രാസനം. 5 പെരിയെ തല ആദ്യം പെരിയെ കൊണ്ടുവന്ന് ഇടിക്കരുത്, താഴേക്ക് വെച്ച് തലയൊന്ന് നേരെയാക്കി ബോഡി താഴെ വയ്ക്കുക. കൈകൾ നിവർത്തി മുന്നിൽ കൊണ്ടുവരും. 7 കാലുകൾ നിവർത്തി വയ്ക്കും. 8 കൈകൾ 2 ശിരസിന്റെ പിന്നിൽ. ഇങ്ങനെ 8 അംഗതാളത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ചക്രാസനത്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്ക് സ്പൈനിന് മാക്സിമം വഴക്കം കിട്ടുന്നുണ്ട്. പുറത്തെ പേശികളെ മുഴുവനായിട്ട് നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്പൈനൽ നെർവുകൾക്ക് നല്ല സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ചെസ്റ്റിന് മാക്സിമം എക്സ്പാൻഷൻ ഉണ്ടാവുന്നുണ്ട്. അബ്ഡമൻ നന്നായിട്ട് വലിഞ്ഞിട്ട് അബ്ഡമിനൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായകരമാണ്. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ലങ്സ് ഫങ്ഷൻസ് എല്ലാം ആക്റ്റീവ് ആവും. ബാക്ക് ബോൺസിന് പൂർണ്ണമായിട്ട് നല്ല അയവ് ലഭിക്കുന്നുണ്ട്. ബാക്ക് മസിൽസിനെ നന്നായിട്ട് ട്യൂൺ ചെയ്യുന്നുണ്ട്. കൈ, ഷോൾഡറിന്, കൈകളുടെ പേശികൾക്ക് നല്ല ബലമുണ്ട്. കാലുകൾക്ക് അതേപോലെ തന്നെ മസിൽസിനെ ട്യൂൺ ചെയ്യാൻ വളരെ കൂടുതൽ സഹായകരമാണ്. ശിരസിലേക്കുള്ള രക്തപ്രവാഹം നന്നായിട്ട് വർദ്ധിക്കാൻ സഹായകരമാണ്. അതുകൂടാതെ നമ്മുടെ എല്ലാ ഗ്ലാൻഡുകളും നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ മൊത്തത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആസനങ്ങളിൽ ഒന്നാണ്. എല്ലാ ഗ്രന്ഥികളുടെയും പ്രവർത്തനത്തെ സക്രിയമാക്കാൻ സഹായിക്കുന്ന ആസനമാണ് ചക്രാസനം. അപ്പോ മൊത്തം ശരീരത്തിന് ഗുണം ചെയ്യുന്ന ആസനങ്ങളിൽ ഒന്നുമാണ് ഈ ചക്രാസനം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ കീ പോയിന്റ്സ് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചക്രാസനം ചെയ്യുമ്പോൾ ഇവിടെ നോക്കാം. ഒന്നാമത്തെ കൗണ്ടിൽ നമ്മൾ കൈകൾ പെരിയ ശരീരത്തിന്റെ വശങ്ങളിൽ കൊണ്ടുവരും. ഒന്നാമത്തെ കൗണ്ടിലെ കൈകൾ ശരീരത്തിന്റെ വശങ്ങളിൽ, കൈ രണ്ടും ശരീരത്തിന്റെ വശങ്ങളിൽ, കൈകൾ ശരീരത്തിന്റെ വശങ്ങളിൽ കൊണ്ടുവരും. 2 കാലും മടക്കി ബട്ടക്സിനോട് ചേർത്ത്, കാലുകൾ തമ്മിൽ അകന്നിരിക്കും. കൈ ചെവിയുടെ ഭാഗത്ത്, കൈയുടെ വിരല് ഉള്ളിലേക്ക്. ഇതിനകത്തിലാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കൈമുട്ട് ഇങ്ങനെ അകന്നു പോകരുത് എന്നുള്ളതാണ്. കൈമുട്ടുകൾ തമ്മിൽ പരമാവധി ചേർന്നിട്ടിരിക്കണം. വിരല് എപ്പോഴും നമ്മൾ വെക്കേണ്ടത് ഷോൾഡറിന്റെ ഭാഗത്തേക്ക്. ഈ 2 കാര്യങ്ങൾ നോക്കാം. കൈമുട്ട് ചേർന്നിട്ട് വിരല് ഷോൾഡർ. അരക്കെട്ട് പെരിയ ഉയർത്തുക, തല ഉയർത്തുക, പെരിയ മുകളിലേക്ക് നിൽക്കുക. നിവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഷോൾഡർ കൊണ്ട് കൈയുടെ ഭാഗത്തേക്ക് ബലം കൊടുക്കണം.
നമ്മുടെ ബോഡി ഇങ്ങനെ ആവരുത്, പകരം ബോഡി കാലിന്റെ ഭാഗത്തേക്കല്ല, കൈയുടെ ഭാഗത്തേക്ക് ഉണ്ടാവും. ഇങ്ങനെ വേണം. ചെസ്റ്റ് നമ്മുടെ കൈയുടെ പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം. ഇതാണ് ചക്രാസനത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത് ഈ ഏരിയയാണ്. അപ്പൊ ഷോൾഡറിനെ നമ്മൾ മുന്നോട്ട് പ്രസ് ചെയ്യുമ്പോൾ വയറ് വലിഞ്ഞു വരുന്നുണ്ടാവും, ബാക്കിൽ നല്ല കർവ് വരുന്നുണ്ടാവും, കാലിന് ആ കർവ് നമുക്ക് അതേപോലെ വരുന്നുണ്ടാവും. കൈയുടെ മുട്ട് നിവർത്തി പിടിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഷോൾഡർ തള്ളി പിടിക്കാൻ ശ്രമിക്കുക. കഴുത്ത് ഫ്രീ ആയിട്ട് തൂക്കിയിടണം. ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ബോഡി മുന്നോട്ട് പോകരുത്. കയ്യിൽ ബലം കൊടുത്ത് കൈയുടെ ബലത്തിൽ ബോഡിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. കാലിലേക്ക് നമ്മുടെ ബലം പോകാൻ വേണ്ടിയിട്ട് പാടില്ല. കാലിന് മുട്ട് നിവർത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം മുട്ട് നിവർത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നാണ്. ഓക്കെ, വലിയ ശരീരം താഴ്ത്തി നിലത്ത് വെക്കും. ശരി, കൈകൾ മുന്നിൽ, കാൽ നീട്ടി വെക്കും. ആർച്ച് കൈകൾ ശിരസിന്റെ പിന്നിലേക്കും. ഇങ്ങനെ 8 അംഗതാളത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം, കാലിൽ ബലം കൊടുത്തിട്ട് നിവരുമ്പോൾ കാലിന്റെ ഭാഗത്തേക്ക് ബോഡി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. നിവരുന്നതോടുകൂടി കൈക്ക് ബലം കൊടുത്തിട്ട് വേണം നിവരാൻ. ഫുൾ ബോഡി കൈയുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഷോൾഡറിന് ബലം കൊടുത്ത് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന രീതിയിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിവരാൻ ശ്രമിക്കുമ്പോൾ പോലും നമ്മുടെ ശരീരം കാലിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് മുട്ടും കണ്ടമാനം വളഞ്ഞിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു തെറ്റ്. ശരിയാക്കാൻ മുട്ടിനെ നമ്മൾ ഉള്ളിലേക്കാക്കി ശരീരത്തെ മൊത്തത്തിൽ കൈയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ചെസ്റ്റ് മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇതാണ് നമ്മൾ ഈ ആസനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. കീ പോയിന്റ്സ് എന്നുള്ള അല്ലെങ്കിൽ നോക്കി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഡിസബിലിറ്റീസ് ഉള്ളപ്പോൾ, ക്ഷീണമുള്ളപ്പോൾ, രോഗാവസ്ഥയിലൊക്കെ നമ്മൾ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത്. ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ചക്രാസനമൊക്കെ ചെയ്യേണ്ടത്.